ഹലോ നമസ്കാരം എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക അപ്പോൾ ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോണത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സും നോക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എൻഡിലാണെന്ന് ഞാൻ നോക്കാൻ പോണത് അപ്പോൾ ക്യാൻസർ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് 2 of Wands Ace of Wands Ten of Cups and Nine of Wands. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് എംപറർ Knight of Pentacles Ace of Pentacles and World നിങ്ങളുടെ ഓവറോൾ എനർജി 5 of Swords ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി 10 of Swords അപ്പോൾ ക്യാൻസർ ഇവിടെ ഞാൻ കാണുന്നത് 5 of Swords ആണ് ഈ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ കുറേ അൺഹെൽതി എനർജി ഞാൻ കാണുന്നു കുറേ നെഗറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത് കുറേ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ സാബുട്ടാജ് ചെയ്യാൻ നോക്കണ എനർജി നോക്കാൻ ട്രൈ ചെയ്യണ എനർജിയാണ് ഇത് അതല്ല വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് കുറേ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട് കുറേ ഒരു ഇമ്മെച്യോർ ബിഹേവിയർ ഉണ്ട് കുറേ ഒരു മൈൻഡ് ഗെയിംസ് കളിക്കണ മാതിരി ഒരു എനർജി ഉണ്ട് 10 of Swords ആണ് ഈ പേഴ്സൻ്റെ എനർജി അപ്പോൾ ഈ പേഴ്സണും കുറേ ടയേർഡായിരിക്കണു അവർ കുറേ ബിട്രേഡായി ഫീൽ ചെയ്യണു അവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒന്നും റിവൈവ് ആവാൻ പറ്റില്ല ഒരു എൻഡിങ് മാതിരിയാണ് ഞാൻ ഇവിടെ കാണുന്നത് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ സൈഡിൽ 2 of Wands ആണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങളെ ഒരു ക്രോസ് റോഡ്സിലാണ് ഇപ്പോൾ ഇവിടുന്ന് എവിടെയൊക്കെയാണ് ഞാൻ പോകേണ്ടതെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണോ ഓർ ഈ പേഴ്സണെ വിട്ടു പോകണോ വേറൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകണോ അതാണ് നിങ്ങൾ ഇവിടെ ആലോചിക്കണേ അപ്പോൾ കുറേ പ്ലാനിങ് സ്ട്രാറ്റജൈസിങ് ആണ് നടക്കുന്നത് ഈ സമയത്ത് ഈ പേഴ്സൻ്റെ എനർജി എംപറർ ഏരീസ് എനർജി അപ്പോൾ ഈ പേഴ്സൺ മേ ബി അവരുടെ ഈ സമയത്ത് കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അവരുടെ സ്റ്റെബിലിറ്റി സ്ട്രക്ചർ അവർ കുറേ വേറെ കാര്യത്തിലാണ് അവരുടെ ഫോക്കസ് ഉള്ളത് ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും മാരീഡുമായിരിക്കാം അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോകാൻ നോക്കുന്നത് ഇത് ഏസ് ഓഫ് വാൻസ് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഈ ബിഗിനിങ് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ തന്നെ ആയിരിക്കാം പക്ഷെ വേറെ ഒരു പുതിയ പേഴ്സൻ്റെ അടുത്തും നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യണ മാതിരി എനിക്ക് തോന്നുന്നു നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഈ പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ ഈ പേഴ്സൺ കുറേ ബിസി ആയിട്ടാണ് അവരുടെ ലൈഫിൽ കുറേ ബിസിയാണ് കുറേ വർക്ക് ഫോക്കസ്ഡ് ആണ് പക്ഷെ അത് കൂടാണ്ട് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പും ഒരു കുറേ സ്ലോ മൂവിങ് പേസിലാണ് ഒന്നും മുമ്പോട്ട് പോവാത്ത ഒരു എനർജിയാണ് സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ കുറേ സ്ലോ മൂവിങ് ആണ് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതും കുറേ സ്ലോ ആണ് 10 of Cups ആണ് നിങ്ങളുടെ സൈഡിൽ കാണുന്നത് അപ്പോൾ 10 of Cups ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ അഗൈൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോണത് ആൻഡ് അവിടെ നിങ്ങൾ വേറെ ഒരു പേഴ്സൻ്റെ കൂടെയാണ് ഈ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടണത് അപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം ഇല്ലാച്ച ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഈ പേഴ്സൻ്റെ എനർജിയിലും ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് അപ്പോൾ ഈ പേഴ്സണും ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോകാൻ നോക്കുന്നത് ഇത് കുറച്ചുകൂടി സ്റ്റേബിൾ ലോങ് ടേം ഇതാണ് റിലേഷൻഷിപ്പാണ് 9 of Wands ഇവിടെ നിങ്ങൾക്കൊരു പേടിയുണ്ട് അത് ഈ റിലേഷൻഷിപ്പ് എൻഡാവോ എൻഡായി കഴിഞ്ഞു വെച്ചാൽ
ഇപ്പോൾ പുതിയ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും അങ്ങനത്തെയൊക്കെ മനസ്സിൽ പേടിയുണ്ട് നിങ്ങൾക്ക്. ഇതൊരു തേർഡ് പാർട്ടി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണറിന് അറിയോ അതും ഒരു പേടിയുണ്ട്. പക്ഷെ ഈ പേഴ്സന്റെ എനർജിയിലെ വേൾഡ് ആണ്. അപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ആണ് എനിക്ക് തോന്നുന്നത് വരാൻ പോണത്. പക്ഷെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ 5 swords ഇവിടെ എന്തുകൊണ്ടാണ് മജിഷ്യൻ. അപ്പോൾ അഗൈൻ ഇവിടെ ഞാൻ ഒരു കുറെ അൺഹെൽതി റിലേഷൻഷിപ്പാണ് കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സന്റെ എനർജിയിൽ 10 of swords ആണ്. ഈ പേഴ്സൺ കുറെ ബിട്രീഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും. 2 of wands നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ആണ് ചെയ്യണത്, എന്താ വേണ്ടേ. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മേ ബി ഒരുമിച്ചായിരിക്കാം, പക്ഷെ ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വിചാരിക്കണു, ഓൾറെഡി അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ മേ ബി നിങ്ങൾ ഈ പേഴ്സണോട് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എംപറർ ഇവിടെ എന്താണ് ടവർ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എൻഡിങ് ആണ് കാണുന്നത്, ഒരു സഡൻ ഷോക്കിംഗ് ചേഞ്ച് ആണ് കാണുന്നത്. സ്കോർപിയോ എനർജി ആണ് ടവർ. ഏസ് ഓഫ് വോൺസ് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലാണ് പോണത്. ഹെർമിറ്റ്, വെർഗോ എനർജി. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, ഇല്ലാച്ച ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ ഒരു പുതിയ പേഴ്സണിനെ മീറ്റ് ചെയ്യണു. ഈ പേഴ്സൺ ആരാണ്? ഏസ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് വോൺസ്, 2 ഏസസ് ആണ് ഇവിടെ കാണുന്നത്. ആരോ നിങ്ങളുടെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ അയച്ചിട്ട് ഈ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ സൈഡിൽ കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ഈ പേഴ്സന്റെ എനർജി എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. ഈ പേഴ്സണിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, പക്ഷെ അവര് ആക്ച്വലി തുറന്ന് പറയണില്ല. കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ഡിവൈൻ പെയർ ഉണ്ട്, പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഒന്നും മുമ്പോട്ട് ഇപ്പോൾ ഈ സമയത്ത് നടക്കണില്ല. 10 of cups നിങ്ങൾക്ക് സ്ട്രെങ്ത്തിന്റെ കൂടെ, അത് ലിയോ എനർജിയാണ്. 5 of wands. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വിടാണ്ടാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾക്കും ഒരു ടഗ് ഓഫ് വാർ ആണ് നിങ്ങളുടെ ഉള്ളിൽ. എന്നുവെച്ചാൽ എന്താ വേണ്ടെന്ന് അറിയാണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിയാം അൺഫെയർ ആണെന്ന്. പക്ഷെ ഈ സിറ്റുവേഷൻ മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണെ വിടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ പേഴ്സന്റെ എനർജി ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ്? കിങ് ഓഫ് വാൻഡ്സ്, ഡെത്ത്. അപ്പോൾ അഗൈൻ ഈ പേഴ്സണും നിങ്ങളുടെ പേഴ്സണും വേറെ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. സ്കോർപിയോ എനർജി ഇവിടെ കുറെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അവർക്കും ഒരു ലോങ് ടേം ഓഫർ വേണം. പക്ഷെ നിങ്ങൾ രണ്ടാളും അത് ഉണ്ടായിട്ടും ഒരു റിലേഷൻഷിപ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 9 of wands എന്തുകൊണ്ടാണ് ഇവിടെ? മൂൺ. അപ്പൊ നിങ്ങൾ കുറെ സീക്രറ്റ്സ് വെക്കുന്നുണ്ട് ക്യാൻസർ. ഈ സീക്രറ്റ് എപ്പോഴാ പുറത്തു വരാന്ന് ആ പേടി നിങ്ങൾക്കുണ്ട്. എന്തോ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്, അത് ഇത് പുറത്തു വന്നാൽ എങ്ങനെയാ നിങ്ങൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാന്ന്. വേൾഡ് ഇവിടെ എന്താണ്? എംപ്രസ്. അപ്പോൾ ഒരു എൻഡിങ് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. അവരും വേറെ ഓപ്ഷൻസ് നോക്കുന്നുണ്ട്. അവരുടെ ഈ റിലേഷൻഷിപ്പ് അല്ലാണ്ട് അവരും വേറെ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ്? കിങ് ഓഫ് സോർഡ്സ്. ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഒരു ലോയർ ഇല്ലച്ച ഒരു കൗൺസിലർ ആണ്. അതല്ല ഇതൊരു കോൾഡ് ഡിറ്റാച്ച്ഡ് എനർജിയാണ്, ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റുള്ള പേഴ്സന്റെ എനർജിയാണ്. ഔട്ട്കം ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് വാൻഡ്സ്. ഈ കിങ് ഓഫ് സോർഡ്സ് എന്താണ്? ഹാങ് മാൻ, ഒരു പൈസീസ് എനർജി ഇവിടെ കാണുന്നു. 8 of cups. അപ്പൊ ഇവിടെ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വാക്ക് അവേ ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടാളും ആക്ച്വലി അത്ര ഹാപ്പി അല്ല. പക്ഷെ ഒരു പേഴ്സൺ ഇവിടെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വാക്ക് അവേ ചെയ്യണു. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നന്റ് ആയി പോയിരിക്കണു. ഇവിടെ ഒരു പ്രോഗ്രസ്സും ഇല്ല. ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പൊ ഇവിടെ 2 ക്വീൻസ് കാണാണ്ട്. അപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ വിടണു, ഓർ എൽസ് ആ പേഴ്സൺ നിങ്ങളെ വിടണു. ആൻഡ് വേറൊരു പേഴ്സന്റെ കൂടെയാണ് ഇവിടെ ഞാൻ
കാണുന്നത് അവർ വേറൊരു പേഴ്സന്റെ കൂടെ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കും, ഓർഎൽസ് ഇത് മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണ എനർജി ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ സൈഡിലും നിങ്ങൾ വേറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ക്യാൻസർ കുറച്ചൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ്. ഇങ്ങനത്തെ റീഡിങ് എനിക്ക് മുമ്പേ ഞാൻ ഇങ്ങനത്തെ റീഡിങ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ മെസ്സേജാണ് വരണത്. അപ്പോൾ മെസ്സേജസ് ആ വരണ മെസ്സേജിൽ എനിക്ക് ഒരു കൺട്രോളും ഇല്ല. എങ്ങനെയാ കാർഡ്സ് വരണ വെച്ചാൽ അങ്ങനത്തെ മെസ്സേജസ് ഞാൻ നിങ്ങൾക്ക് ഓപ്പണായി പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതാണ് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കമൻസിൽ എഴുതി പറയാത് റെസൊനേറ്റ് ചെയ്തോ ഇല്ലേന്ന്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം ചെയ്യാം. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. എന്നുവെച്ചാൽ അത് നിങ്ങളുടെ മാത്രമായിട്ട് എനർജി ആണ് ഞാൻ ടാപ്പ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു പ്രൈവറ്റ് റീഡിങ്ങിൽ നിങ്ങളുടെ എനർജിയാണ് അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യാനില്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് ചാറ്റ് ഐക്കൺ ഉണ്ട്, ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചാറ്റിൽ അയച്ചു തരാം, ഇല്ല വെച്ചാൽ ഇമെയിലിൽ അയച്ചു തരാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.